അല്ല ഗുഡ് ന്യൂസ് എന്താ ചേച്ചി? കൺഗ്രാറ്റുലേഷൻസ് ഋതികെ, നീ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവാ. തുടങ്ങി അച്ഛന്റെ തലയിൽ അവൾ ഓംപ്ലേറ്റ് അടിക്കാൻ. എന്തെങ്കിലും തൊഴിൽ ചെയ്യോ? അതുമില്ല. അടങ്ങി ഒരിടത്തിരിക്കുന്ന സ്വഭാവം ഈ മനുഷ്യന് പണ്ടേ ഇല്ല. ഇന്ന് ബൈക്കിന്റെ പുറകിലൊന്നുമില്ലേ? എടാ, നിന്റെ ബൈക്കിന്റെ പുറകിൽ സ്ഥിരമായിട്ട് ഒരാളെ കാണാറുണ്ടായിരുന്നല്ലോ. അയാൾ എവിടെയെന്നാ ഞാൻ ചോദിച്ചേ. ചേച്ചി കളിയാക്കിയതാണോ? ഞാൻ കളിയാക്കിയൊന്നും അല്ല, കാര്യമായിട്ട് എന്നെ ചോദിച്ചതാ. ഋതുമോൾ എവിടെ? എന്നാ പിന്നെ അതങ്ങ് നേരിട്ട് ചോദിച്ചാ പോരെ, എന്തിനാ ഇങ്ങനെ വളച്ചൊടിക്കുന്ന? എടാ, ഇവള് വെറുതെ വഴക്കുണ്ടാക്കാൻ നിക്ക. നീ കേറി വന്നേ, വാ. ഞാൻ വഴക്കുണ്ടാക്കുന്നതോ വളച്ചൊടിക്കുന്നതോ ഒന്നും അല്ല. പിരിയാനാവാത്ത ഇണപ്രാവുകളെ പോലെ ഈ ബൈക്കില് ഋതുമോളും ഇവനും ഒരുമിച്ചേ യാത്ര ചെയ്യാറുള്ളൂ. ഇപ്പൊ ആ ഒരാളെ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചേ. ഋതു പുറത്തു പോയിരിക്ക. ഏത് പുറത്ത്? പള്ളിപ്പുറത്തോ അതോ അരുവിപ്പുറത്തോ? നിനക്കിത് എന്താ പറ്റിയേ? അമ്മേ, ഋതുമോൾ ഇവനില്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്തും പോവില്ല. അങ്ങനെ ഒറ്റയ്ക്ക് പോണമെങ്കിൽ ഇവനുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട്. സത്യം പറയടാ, നിങ്ങൾ തമ്മിൽ വഴക്കല്ലേ? വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയരുതേ. ഞങ്ങൾ തമ്മിലേ യാതൊരു വഴക്കുമില്ല. അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തമ്മിൽ തീർത്തോളും. നീ ആരും ഇതിൽ ഇടപെടാൻ? ഞാൻ ഇവന്റെ ആരുമല്ലേ? ഇവന്റെ മൂത്ത ചേച്ചിയാ ഞാൻ. ഇവനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. ചോദ്യം ചെയ്യാനും ഭേദ്യം ചെയ്യാനും നീ ആരാ? സ്ഥലം ഡിവൈഎസ്പിയോ? ദേ, നിനക്ക് നല്ല തല്ല് കിട്ടാത്തതിന് കുറവുണ്ടേ. അതെങ്ങനെയാ? ആ പാവം ജയൻ നിന്നെ പേടിച്ച് ജീവിക്കല്ലേ? അമ്മേ, ഇവര് തമ്മിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടെങ്കിൽ അതിവര് പറഞ്ഞു തീർക്കണം. അതുകൊണ്ടാ ഞാൻ ചൂടാവുന്നേ. ഒരെണ്ണം ഇവിടെ ഡിവോഴ്സ് വരെ ആവാറായി നിൽക്കുക. അതുകൊണ്ടുള്ള ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ. അല്പം സമാധാനം കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷേ അത് ഇവിടെയും കിട്ടില്ല. മോനെ പോവല്ലേടാ. അമ്മ കൈവിട്ടെ. മോനെ, നിനക്കിപ്പോ തൃപ്തിയായില്ലടി. ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിലാണോ അതോ സൗദിയിലാണോ? ഞാൻ ഫോൺ വിളിച്ചപ്പോ എത്ര പ്രാവശ്യം പറഞ്ഞു, കാർത്തിക് ദുബായിലാണ്. നിനക്കൊട്ടും മെമ്മറി പവർ ഇല്ലേ? ഈ ദുബായി സൗദിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ക്ഷമിക്കേച്ചി, ഇപ്പൊ റിസൾട്ട് വരും. നിനക്ക് തിടുക്കൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കല്ല പ്രശ്നം. ചേച്ചിയുടെ സമയം ഞാൻ വെറുതെ കളയുകയാണോന്നൊരു പേടി. ദാറ്റ്സ് ഓൾ റൈറ്റ്. യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അയച്ചിട്ടുണ്ടോ? ഓക്കെ. നീ വേഗം രാജുവിനെ വിളിക്കേ. എന്താ ചേച്ചി, റിസൾട്ടില് വല്ല പ്രശ്നമുണ്ടോ? എന്റെ മണ്ടി, ഒരു ഗുഡ് ന്യൂസ് പറയാനാ രാജുവിനെ കൂടി വിളിക്കാൻ പറഞ്ഞ. ഗുഡ് ന്യൂസോ? അതെ, രാജു ഉള്ളപ്പോ പറഞ്ഞാലേ ഇതിനൊരു ത്രില്ലുള്ളൂ. ഇന്നെന്താ രാജു കൂടെ വരാഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇരട്ട പെറ്റ മക്കളെ പോലെ ആയിരുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും, ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ്. രാജുവായിട്ട് നീ വല്ല പിണക്കത്തിലാണോ? ചെറിയൊരു പിണക്ക. അല്ല, ഗുഡ് ന്യൂസ് എന്താ ചേച്ചി? കൺഗ്രാറ്റുലേഷൻസ് ഋതികെ, നീ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവാ. നീ ഗർഭിണിയാണെന്ന്. ഞാനോ? എന്താ, നീ പെണ്ണല്ലേ? ഇത് നീ കഴിഞ്ഞ രണ്ടാമതറിയേണ്ടത് രാജുവാ. വേഗം രാജുവിനെ വിളിക്കേ.
രാജു എന്ത് പിണക്കം രാജുവിന് നിന്നോടുണ്ടെങ്കിലും ഈ ഗുഡ് ന്യൂസ് അറിയുമ്പോ ഇതങ്ങ് മാറും. പിണക്കം രാജുവിനല്ല, എനിക്കാ. നീ ആ പാവത്തെ വെറുതെ വിടത്തില്ലല്ലേ? രാജുവിനെ പോലത്തെ ഒരു പഞ്ചപാവത്തിനോട് മനുഷ്യരാരെങ്കിലും പിണങ്ങോ? ഇതങ്ങനെയല്ല ചേച്ചി. പിന്നെങ്ങനെയാ? നീ എന്നോട് പറയ, ഞാനൊരു സൊല്യൂഷൻ പറയാം. ദീപക് ഈയിടെ കല്യാണം കഴിച്ച കാര്യം ചേച്ചിക്കറിയില്ലേ? ആ, ഞാൻ അറിഞ്ഞായിരുന്നു. അവള് വല്ല ഏടാകൂടോ ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് കണ്ട് അസൂയ കൂടിയിട്ട് തകർക്കാൻ ഇറങ്ങിയതായിരിക്കും. അല്ലാതെ പരസ്യമായിട്ട് ഒരു പെണ്ണിങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കയറി പിടിക്കുവോ? ഋതികേ, രാജു ശുദ്ധനും വളരെ നല്ലവനുമാണ്. രാജു ഇങ്ങനെയുള്ള ഏർപ്പാടുകളിലൊന്നും പോയി വീഴില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ രാജുവിനെ കാണണം. ഇത് ക്ലിയർ ചെയ്യണം. തെറ്റിദ്ധാരണ മാറ്റണം. മാറ്റുവോ? മാറ്റാം ചേച്ചി. ഈ ഗുഡ് ന്യൂസ് അറിയുമ്പോൾ അവൻ വളരെ ഹാപ്പി ആവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇന്ന് വരെ മോശമായ ഒരു വഴിയെ ഞാൻ പോയിട്ടില്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് ദുഃഖങ്ങൾ മാത്രം ബാക്കി. എന്നാലും എൻ്റെ ഋതു എന്നെ സംശയിക്കുകയാണല്ലോ. ശരിയാ, എൻ്റെ രാജുവിനെ മനസ്സിലാക്കാൻ പറ്റാത്തത് എൻ്റെ തെറ്റ് തന്നെയാ. ഡോക്ടർ പറഞ്ഞു തരേണ്ടി വന്നു രാജു നിഷ്കളങ്കനാണെന്ന്. രാജു ഒരു പാവമാണെന്ന് എന്നെക്കാൾ കൂടുതൽ മറ്റാർക്കാ അറിയാം? എന്തായാലും രാജുവിനൊന്ന് വിളിച്ചു നോക്കാം. ഋതു. ആ, ഹലോ ഋതു. രാജു എവിടെയാ? ഞാൻ ഈ കുന്നത്തക്കാവ് ക്ഷേത്രത്തിന്റെ മുമ്പിലുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് രാജുവിനൊന്ന് കാണണം. ആ, കാണാലോ. ഞാൻ എങ്ങോട്ടാ വരണ്ടേ? വരണ്ട, രാജു അവിടെ തന്നെ നിന്നാ മതി. ഞാൻ അങ്ങോട്ട് വരാം. ശരി.